ദേശീയപാതയിലെ വിള്ളൽ അന്വേഷിക്കേണ്ടത് NHAI മാത്രമാണോ? കാരണക്കാരായ NHAI വീഴ്ച അന്വേഷിച്ചാൽ മതിയോ ഈ വിഷയത്തിൽ? സംസ്ഥാന സർക്കാരിന് ഈ വിഷയത്തിൽ യാതൊരു ഉത്തരവാദിത്വവും ഇല്ലേ എന്നാണ് ചോദിക്കുന്നത്. സംസ്ഥാന സർക്കാരിന് എന്ത് നടപടി സ്വീകരിക്കാനാകും ഈ വിഷയത്തിൽ? റോഡിലെ വിള്ളൽ ആരൊക്കെ അന്വേഷിക്കണം? അങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ നമുക്ക് മുന്നിൽ നിൽക്കുമ്പോൾ സമഗ്രമായി തന്നെ നമ്മൾ അത് അന്വേഷിക്കുകയാണ്. ലോകത്തെ റോഡ് നിർമ്മാണ സാങ്കേതിക വിദ്യകളെക്കുറിച്ച് ആഴത്തിൽ പഠിച്ചിട്ടുള്ള ശ്രീ ടോണി മാത്യു ഇന്ന് രാവിലെയിൽ നമുക്കൊപ്പം അതിഥിയായി ഇപ്പോൾ ചേരുകയാണ്. വിദേശ രാജ്യങ്ങളിൽ റോഡ് നിർമ്മാണ രംഗത്ത് പരിചയമുള്ള ഈ മേഖലയിൽ അത്യപൂർവം വിദഗ്ധരിൽ ഒരാളാണ് അദ്ദേഹം. ഒപ്പം ന്യൂസ് 18 കേരളം സീനിയർ അസോസിയേറ്റ് എഡിറ്റർ S. ലല്ലു നമുക്കൊപ്പം ചേരുകയാണ്. രണ്ടുപേർക്കും രാവിലെയിലേക്ക് ന്യൂസ് 18 കേരളത്തിലേക്ക് സ്വാഗതം. ഞാൻ ആദ്യം ശ്രീ ടോണിയിലേക്കാണ് പോകുന്നത്. ശ്രീ ടോണി, ഈ ബംഗ്ലാദേശിലടക്കം റോഡ് നിർമ്മാണത്തിന് നേതൃത്വം വഹിച്ചിട്ടുള്ള വ്യക്തിത്വമാണ് താങ്കൾ. ഇവിടെ എന്താണ് വീഴ്ച സംഭവിച്ചത്? സിമ്പിളായി പറഞ്ഞാൽ. ഇവിടെ ഈ നിർമ്മാണത്തിന് രണ്ട് ഘട്ടമുണ്ട്. ഒന്ന് ഡിസൈൻ പ്രിപ്പയർ ചെയ്യുന്ന ഫേസ്, പിന്നെ കൺസ്ട്രക്ഷൻ ഫേസ്. ഇത് NHAI ഇപ്പം നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യക്ക് ഒരു റോഡ് ട്രാൻസ്ഫർ ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പൊ NH-66 കേസിൽ പിന്നെ അതിന്റെ ഡിസൈനിന്റെ ഉത്തരവാദിത്വവും അതിന്റെ നിർമ്മാണത്തിന്റെ ഉത്തരവാദിത്വവും നാഷണൽ ഹൈവേ അതോറിറ്റിക്ക് തന്നെയാണ്. അതിനകത്ത് സംശയമില്ല. അപ്പൊ നാഷണൽ ഹൈവേ അതോറിറ്റിയിൽ ഈ മലപ്പുറത്ത് ഇപ്പൊ എന്താ സംഭവിച്ചതെന്ന് അതൊരു ഇൻവെസ്റ്റിഗേഷനിൽ കൂടെ അറിയാൻ പറ്റുള്ളൂ. ഈ ഡിസൈനിൽ വന്ന പാകപ്പിഴയാണോ കൺസ്ട്രക്ഷൻ സമയത്ത് വന്ന പാകപ്പിഴയാണോ എന്നുള്ളത് അതൊരു പ്രോപ്പർ ഇൻവെസ്റ്റിഗേഷനിൽ കൂടെ മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ. ഒരു പ്രത്യക്ഷത്തിൽ കാണുമ്പം ഇതിൻ്റെ അകത്ത് ഡിസൈൻ മര്യാദയ്ക്ക് ചെയ്തിട്ടില്ലെന്ന് വേണേ പറയാം. ഇപ്പൊ ശ്രീധരൻ സാറൊക്കെ പറഞ്ഞ പോലെ അതൊരു പാടം ശേഖരത്തിൽ കൂടെ പോകുന്ന റോഡാണ്, അവിടെ ഇങ്ങനെയല്ല ചെയ്യേണ്ടിയെന്നുള്ളൊരു ബ്രോഡർ ഒബ്സർവേഷൻ പറയാൻ പറ്റും. പക്ഷെ എന്നാലും അതിനകത്തൊരു ഇൻവെസ്റ്റിഗേഷന്റെ ഒരു സയന്റിഫിക് ഇൻവെസ്റ്റിഗേഷന്റെ ആവശ്യമുണ്ട് അത് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ. സംസ്ഥാനം എന്ത് ചെയ്യണമായിരുന്നു എന്നുള്ളത് നിങ്ങൾ ചോദിക്കുന്ന ഒരു സ്റ്റേക്ക്, സംസ്ഥാനത്തിന്റെ സ്റ്റേക്ക് ഇവിടെ എന്താണെന്നുള്ളത്. നമ്മൾ ഈ ഡിസൈനിന് ഒരുപാട് പോരായ്മകളുണ്ട്. ആ പോരായ്മകൾ ഡിസൈൻ സ്റ്റേജിൽ ഇവിടുത്തെ ഒരു കീ സ്റ്റേക്ക് ഹോൾഡർ എന്നുള്ള നിലയ്ക്ക് സംസ്ഥാനത്തിന് ആക്റ്റീവായിട്ട് ഇടപെടേണ്ടിയിരുന്നു. ആ ഒരു ഇടപെടൽ ഈ ഡിസൈൻ ഇപ്പൊ ഈ റോഡ് ഷേപ്പായി വരുന്നത് കണ്ടിട്ട് അങ്ങനത്തെ ഒരു ഇടപെടൽ ഇവിടെ നടന്നിട്ടില്ല എന്ന് ക്ലിയർ ആയിട്ട് മനസ്സിലാവും. അത് ഡൽഹി ബേസ്ഡ് ആയിട്ടുള്ള ഡിസൈനേഴ്സ് ഡിസൈൻ ചെയ്തു. അവരിവിടെ വന്ന് ഇവിടുത്തെ പഠിച്ചോ ഇല്ലയോ എന്ന് പോലും നമുക്ക് കൃത്യമായിട്ട് അറിയില്ല. അവരൊരു ഡിസൈൻ ഇംപ്ലിമെന്റ് ചെയ്തു. അപ്പൊ ഈ ഡിസൈൻ കേരളത്തിന്റെ ഭൂപ്രകൃതിക്കോ അല്ലെങ്കിൽ കേരളത്തിന്റെ ഒരു ലാൻഡ് യൂസിനോ പറ്റിയൊരു ഡിസൈൻ അല്ലെന്ന് ക്ലിയർ ആയിട്ട് നമുക്ക് മനസ്സിലാവും. ഇവിടുത്തെ ഒരു ലോക്കൽ ഇൻപുട്ട് ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനത്തെ ഒരു ഡിസൈൻ ആവേണ്ടിയില്ല വരേണ്ടിയിരുന്നത്. പക്ഷെ കൺസ്ട്രക്ഷൻ ക്വാളിറ്റിക്ക് സംസ്ഥാനത്തിന് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല. കാര്യം അത് NHAI അപ്പോയിന്റ് ചെയ്ത കോൺട്രാക്ടറെയും NHAI അപ്പോയിന്റ് ചെയ്ത സൂപ്പർവൈസിങ് എഞ്ചിനീയറിന്റെ റെസ്പോൺസിബിലിറ്റിയാണ്. അത് സംസ്ഥാനത്തിന് അത് പ്രത്യേകിച്ച് അതിനകത്ത് റോളില്ല. പിന്നെ സംസ്ഥാനത്തിന് മോറൽ റെസ്പോൺസിബിലിറ്റി ഉണ്ടെന്ന് വേണമെങ്കിൽ പറയാം. ഇതൊക്കെ ഇംപ്ലിമെന്റ് ചെയ്യുന്നത് കറക്റ്റ് ആണോ ഇല്ലയോ എന്നുള്ളത്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ അരൂർ ചേർത്തല എലിവേറ്റഡ് എക്സ്പ്രസ് വേ, അവിടെ ഒരു വർഷം 50 പേരും ആൾക്കാരെ മരിച്ചത്. അതിനകത്ത് സംസ്ഥാനത്തിന് ഇത് കറക്റ്റ് കൺസ്ട്രക്ഷൻ സേഫ്റ്റി ഒക്കെ ചെയ്യുന്നുണ്ടോ, സേഫ്റ്റി ഫീച്ചേഴ്സ് നോക്കിയാണോ ചെയ്യുന്നുള്ളത് ആക്റ്റീവായിട്ട് ഇടപെട്ട് മിനിസ്ട്രീനെയൊക്കെ ഫ്ലാഗ് ചെയ്യാൻ പറ്റും. ആ ഒരു റോള് സംസ്ഥാനത്തിനുണ്ട്. പക്ഷെ അതിക്കവിഞ്ഞൊരു എന്താ പറയുക, ഇതിന്റെ ഒരു ടെക്നിക്കൽ റെസ്പോൺസിബിലിറ്റി ആരാടെന്ന് ചോദിച്ചാൽ ഇത് ഡെവലപ്പ് ചെയ്ത ഡിസൈനർ എടുത്തും അത് കോൺട്രാക്ടർ എടുത്തും അവരെ മാനേജ് ചെയ്ത NHAI അടുത്തായിട്ടാണ് എനിക്ക് പറയാനുള്ളത്. അങ്ങനെയെങ്കിൽ ശ്രീ ടോണി മാത്യു, ഒരു കാര്യം ചോദിച്ചോട്ടെ. ഇപ്പോൾ ഈ ആദ്യഘട്ടത്തിൽ പ്രാഥമികമായി ഈ NHAI സംഘമൊക്കെ പറയുന്നത് പോലെ മണ്ണിളകി മാറിയതാണ്, മണ്ണിന്റെ ഘടനയിൽ പ്രശ്നം സംഭവിച്ചതാണ്, ഇത്തരത്തിൽ ഭൂപ്രകൃതി മനസ്സിലാക്കാതെ ഉള്ളൊരു നിർമ്മാണം, അത്രമാത്രം ആ ഒരു തരത്തിൽ മാത്രം നമ്മൾ ഇതിനെ കണ്ടാൽ മതിയോ? അല്ലാതെ ഈ നിർമ്മാണത്തിൽ പാളിച്ചകൾ സംഭവിച്ചിട്ടില്ല, അഴിമതി സംഭവിച്ചിട്ടില്ല, ആ തരത്തിൽ നമ്മൾ ഇതിനെ കാണേണ്ട, അശാസ്ത്രീയമായ നിർമ്മാണം എന്ന തരത്തിൽ മാത്രം ഈ വിഷയത്തെ നമ്മൾ ഈ ഘട്ടത്തിൽ കണ്ടാൽ മതിയോ? അല്ലെ, ഭൂപ്രകൃതിക്ക് അനുസരിച്ച് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഭൂപ്രകൃതിക്ക് അനുസരിച്ചുള്ള ഡിസൈൻ ആയിരുന്നോ ഇല്ലയോ എന്നുള്ളത് അതൊരു ഇൻവെസ്റ്റിഗേഷൻ പറയണം. അത് എന്തായിരുന്നു ഡിസൈൻ, എന്തായിരുന്നു അതിൻ്റെ പോരായ്മകൾ എന്നുള്ളത്. അതല്ല, ഭൂപ്രകൃതി ഡിസൈൻ വളരെ കറക്റ്റ് ആയിരുന്നെങ്കിൽ ഒബിയസ്ലി കൺസ്ട്രക്ഷനിൽ എന്തെങ്കിലും പോരായ്മ ഉണ്ടായിരുന്നായിരിക്കും. അതൊരു ഇൻവെസ്റ്റിഗേഷനിലൂടെ പുറത്തു വരികയുള്ളൂ. കൺസ്ട്രക്ഷനിലും പോരായ്മയില്ല, ഡിസൈനിലും പോരായ്മയില്ലെങ്കിൽ പിന്നെ ഒരു റോഡ് ഫെയിൽ ചെയ്യണമെങ്കിൽ അവിടെ ഒരു ഡിസാസ്റ്റർ സംഭവിക്കണം. ഒരു ഫ്ലഡ് പോലെയോ അല്ലെങ്കിൽ എർത്ത്ക്വേക്കോ ലാൻഡ്സ്ലൈഡ് അങ്ങനെ എന്തെങ്കിലും സംഭവിക്കണം. ഇതൊന്നും സംഭവിക്കാത്തടുത്ത് കൺസ്ട്രക്ട് ചെയ്ത പുതിയ റോഡ് പെട്ടെന്ന് പൊട്ടിപ്പോവാന്ന് പറയുന്നത്, ഈ രണ്ട് സ്ഥലത്ത് എവിടെയോ പോരായ്മയുണ്ട്. ഒന്നിൽ ഡിസൈൻ പോരായ്മയുണ്ട്, അല്ലെങ്കിൽ ആ ഡിസൈൻ എക്സിക്യൂട്ട് ചെയ്ത കൺസ്ട്രക്ഷൻ പോരായ്മയുണ്ട്. ഇതല്ലെങ്കിൽ ഇത് രണ്ടിന്റെ ഒരു കോമ്പിനേഷൻ ആണ്. അതൊരു പ്രോപ്പർ ഇൻവെസ്റ്റിഗേഷനിൽ പുറത്തു വരാൻ സാധിക്കുള്ളൂ. നമുക്കത് വെറുതെ കമന്റ് ചെയ്യാൻ പറ്റില്ല.
തീർച്ചയായും ശ്രീ എസ് ലല്ലു കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട്. ലല്ലു, ആദ്യം തന്നെ ചോദിക്കട്ടെ, ഈ ക്രെഡിറ്റ് മുഴുവൻ ഏറ്റെടുക്കാൻ നേരം ആദ്യം തന്നെ മുൻപന്തിയിലുണ്ടായിരുന്നു സംസ്ഥാന സർക്കാർ. പക്ഷേ ഇപ്പോൾ ഒരു പ്രശ്നം വന്നപ്പോൾ അത് ഏറ്റെടുക്കാൻ തയ്യാറാകുന്നില്ല. ഞങ്ങളല്ലല്ലോ നിർമ്മാണം നടത്തിയത്, നിർമ്മാണത്തിലെ വീഴ്ചയല്ലേ, അതിന് എന്ത് ഉത്തരവാദിത്തമാണ് സംസ്ഥാന സർക്കാർ ഏറ്റെടുക്കേണ്ടത് എന്ന ചോദ്യം ഉന്നയിക്കുന്നതിൽ എന്തെങ്കിലും യുക്തിയുണ്ടോ? അങ്ങനെ കൈകഴുകി മാറിയിരിക്കാൻ സർക്കാരിന് സാധിക്കുമോ? അത് ഈ ദേശീയപാത നിർമ്മാണത്തിനിടെ തകർന്നത് സംസ്ഥാനത്തെ ഏറ്റവും വലിയ രാഷ്ട്രീയ വിവാദങ്ങളിൽ ഒന്നായി മാറിയിരിക്കുന്നു എന്ന് നമുക്ക് നിസ്സംശയം തരാൻ കഴിയും. ഇന്നലെയാണ് കൊല്ലത്ത് LDF റാലിയിൽ മുഖ്യമന്ത്രി പറയുന്നത് സംസ്ഥാന സർക്കാർ സ്ഥലം ഏറ്റെടുത്ത് കൊടുത്തു, അതിൽ നമ്മുടെ ഉത്തരവാദിത്വം അവസാനിക്കുകയാണ്, ഇതിന്റെ ഡിസൈനിങ്ങും നിർമ്മാണവും മുഴുവൻ ദേശീയപാതയാണ്. ഇത് മുഖ്യമന്ത്രി നേരത്തെ തന്നെ പറഞ്ഞിട്ടുള്ളതാണ്. പക്ഷേ ഒരു പ്രശ്നം, ഈ പറഞ്ഞതുപോലെ ഇതിന്റെ ക്രെഡിറ്റ് ഏറ്റെടുക്കാൻ കഴിഞ്ഞ കുറെ നാളുകളായി കേരളത്തിൽ നടക്കുന്ന മത്സരമാണ്. നമുക്കറിയാം, വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും വലിയ ഭരണനേട്ടങ്ങളിലൊന്നായി ദേശീയപാത ഉയർത്തിക്കാട്ടാനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും LDF നടത്തിയിരുന്നു എന്ന് വ്യക്തമാണ്. LDFന്റെ മറ്റേ സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിൽ മുഴുവൻ ഈ പൂർത്തിയായ ഓരോ റോഡുകളുടെയും റീച്ചുകൾ ഉയർത്തിക്കാട്ടി വളരെ വലിയ പ്രചാരണം. മന്ത്രി മുഹമ്മദ് റിയാസ് വളരെ വ്യക്തമായി എപ്പോഴും പറയുന്നത് ഞങ്ങളുടെ ഒരു മോണിറ്ററിംഗ് എപ്പോഴും ഈ നിർമ്മാണത്തിൽ ഉണ്ടാകുമെന്ന് അദ്ദേഹം പറഞ്ഞത് നമ്മൾ കഴിഞ്ഞ ദിവസവും കണ്ടതാണ്. കേന്ദ്ര സംസ്ഥാന സർക്കാരിന്റെ സംയുക്തമായ ഒരു മേൽനോട്ടം ഈ റോഡ് പണിയുടെ മേൽ ഉണ്ടാകും എന്ന് അദ്ദേഹം ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരുന്നതാണ്. ഇന്നലെ രാത്രിയാണ് അതിൽ നിന്നും തികച്ചും വ്യത്യസ്തമായ അഭിപ്രായമായി മന്ത്രിയുടെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ്, ഒരു ഫേസ്ബുക്ക് വീഡിയോ പുറത്തു വന്നത്. അതിൽ പറയുന്നത് നമുക്ക് ഇതിനകത്ത് ഉത്തരവാദിത്തമില്ല എന്നാണ്. ഇതാണ് ഇത്രയും ദിവസം എടുത്തുകൊണ്ടിരുന്ന നിലപാടിൽ നിന്നും നേരെ വ്യത്യസ്തമായ ഒരു നിലപാട് ഈ ദേശീയപാത തകർന്ന ഘട്ടത്തിൽ എടുത്തതാണ് ഇപ്പോൾ ചോദ്യം ചെയ്യപ്പെടുന്നത്. തീർച്ചയായും ഇപ്പോൾ ഈ പറയുന്ന ന്യായത്തിന് ഒരു യുക്തിയുമില്ല എന്ന് നമുക്കറിയാം. പിന്നെ അദ്ദേഹം പറയുന്നത് പ്രതിപക്ഷം ഇതൊരു സുവർണാവസരമായി എടുത്തിരിക്കുന്നതാണ്. സ്വാഭാവികമാണ്, ഇത്തരം ഒരു വിഷയം വന്നാൽ പ്രതിപക്ഷം അതിന് തീർച്ചയായും അത് രാഷ്ട്രീയപരമായി അതിനെ എടുക്കുന്നുള്ള കാര്യത്തിൽ ഒരു സംശയം വേണ്ട. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കണ്ടതാണ്. പ്രത്യേകിച്ച് മുസ്ലിം ലീഗിന്റെ കോട്ടയായ മലപ്പുറത്താണ് ഇത്തരം ഒരു സംഭവം നടന്നിരിക്കുന്നത്. രാഷ്ട്രീയമായി തന്നെ ഒരു നിൽക്കും. കാരണം അതുപോലുള്ള അവകാശവാദങ്ങളാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ, കഴിഞ്ഞ കുറെ നാളുകളായി LDF ഈ വിഷയത്തിൽ എടുത്തുകൊണ്ടിരുന്നത്. ഒരു അഭിമാന പദ്ധതി എന്നുള്ള നിലയിൽ ദേശീയപാതയെ അവതരിപ്പിച്ചപ്പോൾ ഈ ഒരു തിരിച്ചടി ഒരു ഘട്ടത്തിൽ പോലും പ്രതീക്ഷ ഉണ്ടാവില്ല. നേരത്തെ തന്നെ ഈ നമ്മുടെ കേരളത്തിനും വടക്കേന്ത്യയിൽ അല്ലെങ്കിൽ മണ്ണ് ഉറപ്പുള്ള സ്ഥലങ്ങളിലും ഒരേ ഡിസൈൻ പ്രായോഗികമാകില്ലാത്ത തരത്തിലുള്ള പല വിമർശനങ്ങളും പല ഭാഗത്തുനിന്നും ഉണ്ടായതാണ്. പല സ്ഥലങ്ങളിലും ദേശീയപാതയുടെ നിർമ്മാണത്തെ പറ്റി നാട്ടുകാരുടെ പരാതി ഉണ്ടായതാണ്. അപ്പോഴെല്ലാം ഇത് ഇടപെടാതെ മാറി നിൽക്കുകയും ഇത് പൂർത്തിയാകുമ്പോഴും ഞങ്ങളുടെ അഭിമാന പദ്ധതിയായി ഉയർത്തിക്കാട്ടുകയും എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന, അല്ലെങ്കിൽ അത്തരം ഒരു നിലപാടിൽ നിന്ന് LDFന് പിന്നോക്കം പോകേണ്ടി വന്നു എന്നത് ഒരു ശ്രദ്ധേയമായ കാര്യമാണ്. എത്രയും വേഗം പൂർത്തീകരിക്കാന്നുള്ളൊരു തിടുക്കമായിരുന്നു ഒരു പക്ഷേ മുന്നിൽ ഉണ്ടായിരുന്നത് അല്ലേ? തീർച്ചയായും 2025 ഡിസംബറോടുകൂടി ദേശീയപാതയുടെ നിർമ്മാണം പൂർത്തിയാകുമെന്ന് ആത്മവിശ്വാസത്തിലായിരുന്നു CPM. നമുക്കറിയാം, 2026 വളരെ പ്രധാനപ്പെട്ട ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് സംസ്ഥാനം പോവുകയാണ്. തുടർഭരണം ലക്ഷ്യമിട്ട് പ്രവർത്തിക്കുന്ന LDFന് ഏറ്റവും മികച്ച പദ്ധതികളൊന്നായി, ഏറ്റവും അഭിമാന പദ്ധതികളൊന്നായി ഉയർത്തിക്കാട്ടാൻ ദേശീയപാതനെയായിരുന്നു എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. കാരണം ദേശീയപാത നിർമ്മിക്കുന്നതിനാവശ്യമായ സ്ഥലം ഏറ്റെടുത്ത് കൊടുത്ത് 20,000 കോടി രൂപ ചെലവാക്കി സ്ഥലം ഏറ്റെടുത്ത് സംസ്ഥാന സർക്കാർ സ്ഥലം ഏറ്റെടുത്ത് കൊടുത്തു. നോക്കൂ, UDF സത്യമാണ്. കാരണം UDF കാലത്ത് അവർ പറഞ്ഞ, അല്ലെങ്കിൽ UDFന്റെ തികച്ചും വ്യത്യസ്തമായ നിലപാടാണ് സ്വീകരിക്കുകയും ദേശീയപാത യാഥാർത്ഥ്യമാക്കാൻ സ്ഥലം ഏറ്റെടുത്ത് കൊടുക്കുകയും ഒക്കെ ചെയ്തു. പക്ഷേ പറ്റിയത് ഈ ദേശീയപാതയുടെ ക്രെഡിറ്റ് അവകാശപ്പെടാൻ തീരുമാനിച്ചതും, അല്ലെങ്കിൽ ഇത് ഞങ്ങളുടെ കൂടി സന്തതിയാണ്, ഞങ്ങളുടെ കൂടി കുട്ടിയാണെന്ന മട്ടിൽ പ്രചരണം നടത്തുകയും ഈ തകർച്ച വന്ന ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. 2 ദിവസത്തിന് ശേഷമാണ് മന്ത്രിയുടെ ഭാഗത്തു നിന്ന് ഒരു പ്രതികരണം ഉണ്ടായി. ഇപ്പോഴും സംസ്ഥാന സർക്കാർ എന്ത് നിലപാടാണ്, എന്ത് നടപടിയാണ് ഇക്കാര്യത്തിൽ സ്വീകരിച്ചതെന്നുള്ള കാര്യത്തിൽ വ്യക്തമല്ല. മുഖ്യമന്ത്രി കത്തെഴുതിയിട്ടുണ്ട് എന്ന് ഇന്നലെ പൊതുഗതാഗത മന്ത്രി പറയുന്നു. തീർച്ചയായും ഈ സംസ്ഥാനത്തെ ജനങ്ങളുടെ സുരക്ഷയുടെയും ജീവന്റെയും ഉത്തരവാദിത്വം സംസ്ഥാന സർക്കാരിന്റെ നിക്ഷിപ്തമായ ഒരു സംഗതിയാണെന്നിരിക്കെ വളരെ ഗൗരവമായി തന്നെ സംസ്ഥാന സർക്കാർ ഇക്കാര്യത്തിൽ ഇടപെടേണ്ടതാണ്. തീർച്ചയായും ഞാൻ ലല്ലുവിലേക്ക് മടങ്ങിയെത്താം. ശ്രീ ടോണി മാത്യു, ഇപ്പോൾ നോക്കൂ, കേരളത്തിന്റെ ഒരു പ്രകൃതി അതിതീവ്ര മഴ പെയ്യുന്ന, അതിതീവ്ര ചൂടുള്ള, അതോടൊപ്പം ഭൂഘടന നോക്കിയാൽ പുഴയും ചതുപ്പ് സ്ഥലങ്ങളും മലകളും ഒക്കെ നിറഞ്ഞ ഒരു പ്രകൃതിയാണ്. അവിടെ ഇത്തരത്തിലൊരു നിർമ്മാണം നടത്തുമ്പോൾ സ്വാഭാവികമായും മുന്നോടിയായി
പാലിക്കേണ്ട ഒരുപാട് നടപടിക്രമങ്ങളുണ്ട്. നേരത്തെ താങ്കൾ തന്നെ സൂചിപ്പിച്ചതുപോലെ ഈ ഡിസൈനിലടക്കം ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടിയിരുന്നു. എന്തൊക്കെ നടപടിക്രമങ്ങളാണ് ബേസിക്കായി നമ്മൾ പാലിക്കേണ്ടത്? അല്ല, ഒന്ന് കേരളത്തിന്റെ ഒരു ഭൂപ്രകൃതി ഉണ്ടല്ലോ, ഒരു ഫൗണ്ടേഷൻ. നമ്മളൊരു റോഡ് ചെയ്തു പോകുമ്പോൾ അതിന്റെ ഫൗണ്ടേഷൻ ഡിസൈൻ ചെയ്യേണ്ടത് ആ ഒരു എന്ത് ടൈപ്പ് സ്ട്രക്ചറാണ് വേണ്ടതെന്നുള്ളത് അതിന്റെ ഭൂപ്രകൃതിക്ക് അനുസരിച്ച് അതിനെ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത് ഡിസൈൻ ചെയ്യണം. അപ്പൊ വളരെ ഡീറ്റെയിൽ ഇൻവെസ്റ്റിഗേഷൻ ഡിസൈൻ സമയത്ത് ചെയ്യേണ്ടതാണ്. അത് ഇവിടെ എത്രത്തോളം ഉണ്ടായിട്ടുണ്ടെന്നുള്ള സംശയമാണ്. അത് ഇവിടെ മാത്രമല്ല, NHAയുടെ പല കോൺട്രാക്റ്റിലും ഈ പ്രശ്നമുണ്ട്. വൾണറബിൾ ആയിട്ടുള്ള ഭൂപ്രകൃതി ഉള്ളിടത്തൊക്കെ NHAയുടെ കൺസ്ട്രക്ഷൻ ഇപ്പൊ ഫെയിൽ ചെയ്യാണ്. ഇപ്പൊ ഹിമാചലിലൊക്കെ ഞാൻ ശരിക്കും ഒരുപാട് വർക്ക് ചെയ്തിട്ടുണ്ട്. അവിടെയൊക്കെ എപ്പോഴും മഴ തുടങ്ങിക്കഴിഞ്ഞാൽ ലാൻഡ് സ്ലൈഡും റോഡ് പൊളിഞ്ഞു പോവുകയും ചെയ്യുന്നത്. അപ്പൊ അത് ഇവിടെയും അത് തന്നെ ആവർത്തിക്കുന്ന ഒരു സിറ്റുവേഷൻ നമ്മൾ കാണുന്നത്. ഒട്ടും തന്നെ പാഠം പഠിക്കാതെ വളരെ ഒരു കെയർലെസ് ആയിട്ടുള്ള ഡിസൈനും അതിന്റെ ഇംപ്ലിമെന്റേഷനും ഇപ്പം നടക്കുന്നത്. പിന്നെ കേരളത്തിൽ ഇപ്പം നമുക്കൊരു എക്സ്പേർട്ട് ആവണമെന്നൊന്നുമില്ല. ഇപ്പം ഡിസൈൻ ചെയ്ത് വരുന്ന റോഡിന്റെ ഡ്രെയിനേജ് നോക്കിയാൽ മതി. ഡ്രെയിനേജ് മെയിൻ 4 ലൈനുള്ള NHല് ഡ്രെയിനേജ് ഇല്ല അവിടെ. ആ ഡ്രെയിനേജ് എന്ന് പറയുന്നത് അവർ കൊടുത്തിരിക്കുന്നത് 20 സെന്റിമീറ്റർ ഡയമീറ്റർ ഉള്ള ഹോളുകളാണ് ക്രാഷ് ബാരിയറിൽ. എന്നിട്ട് അത് നേരെ ചാടിക്കുന്നത് സർവീസ് റോഡിലേക്കും. ഇത്രയും പുവർ എഞ്ചിനീയറിംഗ് ഡിസൈൻ ഞാൻ വേറെ ഒരു നാഷണൽ ഹൈവേ റോഡിലും കണ്ടിട്ടില്ല, വേറെ ഒരിടത്തും അവർ ഇംപ്ലിമെന്റ് ചെയ്ത് കണ്ടിട്ടില്ല. ഇപ്പൊ നമ്മള് 2025 ഇങ്ങനെ ഒരു പുവർ ഡിസൈൻ കേരളത്തിൽ ഇംപ്ലിമെന്റ് ചെയ്യാന്ന് പറയുന്നത് അതൊരു ക്രിമിനൽ നെഗ്ലിജൻസ് ആയി എനിക്ക് തോന്നുന്നു. അവിടെയാണ് സംസ്ഥാന സർക്കാരിന് വീഴ്ച പറ്റിയത്. ഈ ഒരു ഡിസൈൻ ഡെവലപ്പ് ചെയ്ത് വന്നപ്പം എന്തുകൊണ്ട് നമ്മൾ ഇത് കാണാൻ സാധിച്ചില്ല? ഇതിപ്പോ കൺസ്ട്രക്ട് ചെയ്ത് തീർന്ന് കൺസ്ട്രക്ഷൻ സമയത്ത് സംസ്ഥാന സർക്കാരിന് യാതൊരു റോളും ഇല്ല. അത് ഗവൺമെന്റ് അവര് NHA അപ്പോയിന്റ് ചെയ്ത കോൺട്രാക്ടർ NHA എക്സിക്യൂട്ട് ചെയ്യുന്നത്. നമ്മൾ എന്തൊക്കെ ചെയ്താലും അതിനെ പോയിട്ട് അതിനിടയിൽ കൂടെ അതിനെ മോണിറ്റർ ചെയ്യാനൊന്നും സംസ്ഥാന സർക്കാരിനുള്ള ഇൻസ്റ്റിറ്റ്യൂഷണൽ മെക്കാനിസം ഇല്ല. പക്ഷെ ഈ ഡിസൈൻ ഇത്ര ഫ്ലോപ്പി ആയിട്ട് ചെയ്തത് എന്തുകൊണ്ട് നമ്മൾ അറിയാതെ പോയി? നമുക്കിവിടെ PWD ഉണ്ട്, നമുക്ക് NATPAC ഉണ്ട്, നമുക്ക് PWD നാഷണൽ ഹൈവേസ് ഉണ്ട്, കേരള റോഡ് സേഫ്റ്റി അതോറിറ്റി ഉണ്ട്, എത്രയോ സംഘടനകൾ ഇവിടെ, എത്രയോ ഓർഗനൈസേഷൻ ഉണ്ട്. ഇവരൊക്കെ നിൽക്കുമ്പം എങ്ങനെ ഇത്രയും ഒരു പുവർ എഞ്ചിനീയറിംഗ് ഡിസൈൻ ഇവിടെ ചെയ്തു എന്നുള്ളതാണ് ശരിക്കും അതൊരു എല്ലാവരും ഡിബേറ്റ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. എങ്ങനെ ഇത്രയും ഇപ്പൊ സർവീസ് റോഡിന്റെ വിട്ടെടുക്കുക? സർവീസ് റോഡ് ഇനി അങ്ങോട്ട് വളരെ മോശം അവസ്ഥയിലാവും. എല്ലാ വെഹിക്കിൾ അണ്ടർപാസിലും കൺജഷൻ ആവും. സർവീസ് റോഡ് 2 ലൈൻ ആയിട്ട് ഡിസൈൻ ചെയ്യുന്നത് അതിന് വിട്ടില്ല. അപ്പൊ അവിടെയൊക്കെ നമ്മളൊരു പ്രശ്നം ഫേസ് ചെയ്യാൻ പോവാണ്. പെഡസ്ട്രിയൻസ് എവിടെ ഇറങ്ങും, എങ്ങനെ പോകും എന്നുള്ള, എങ്ങനെ ക്രോസ് ചെയ്യും എന്നുള്ള ഒന്നും ഒരു ധാരണ ഇപ്പൊ ഇല്ല. അവരൊക്കെ നമ്മൾ ഹൈ സ്പീഡിൽ ഒരു കോറിഡോർ ഉണ്ടാക്കുക എന്നുള്ള ഒരൊറ്റ ഉദ്ദേശത്തോടു കൂടി ചെയ്യുകയും ബാക്കിയുള്ള പ്രാദേശികമായിട്ടുള്ള യാതൊരു പരിഗണനകളും ഇവിടെ കാണിച്ചിട്ടില്ല. അതെങ്ങനെ കേരളം സമ്മതിച്ചു കൊടുത്തു എന്നുള്ളത് അതൊരു ഭയങ്കര അത്ഭുതമായിട്ട് എനിക്ക് തോന്നുന്നത്. എങ്ങനെ ഇത്രയും ഇങ്ങനത്തെ ഒരു ക്രിമിനൽ ഡിസൈൻ എങ്ങനെയാണ് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷനിൽ കൂടെ സ്ലിപ്പായി പോയെന്നുള്ള ശരിക്കും അതാ ഡിബേറ്റ് ചെയ്യേണ്ടത്. ഇതൊരു ലോക്കലൈസ്ഡ് കൺസ്ട്രക്ഷൻ പ്രോബ്ലം അല്ലെ ഡിസൈൻ പ്രോബ്ലം ആണോ? ഒക്കെ ഇത് തീർച്ചയായിട്ടും ചർച്ച ചെയ്യണം. പക്ഷേ നമുക്ക് എങ്ങനെ ഇത്ര ഒരു മോശം ഡ്രെയിനേജ് സംവിധാനം ഇത്ര ഒട്ടുമില്ലാത്ത, കാൽനട യാത്രക്കാരെ തീരെ പരിഗണിക്കാത്ത ഒരു ഡിസൈൻ എങ്ങനെ നമുക്കിവിടെ വന്നു എന്നുള്ളത് ഒരു അത്ഭുതമായിട്ട് എനിക്ക് തോന്നുന്നത്. അതൊരു നെഗ്ലിജൻസ് ആണ് ഇത്രയും ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉള്ളപ്പോഴും. അതെ, താങ്കൾ സൂചിപ്പിച്ചത് വളരെ വളരെ സുപ്രധാനപ്പെട്ട കാര്യമാണ്. ഈ പ്രാദേശികമായിട്ടുള്ള ഈ പോരായ്മകൾ അല്ലെങ്കിൽ ഈ പ്രത്യേകതകളൊക്കെ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കേണ്ടതും അത് ഡിസൈനിൽ അടക്കം ഉൾപ്പെടുത്തേണ്ടതും സംസ്ഥാന സർക്കാർ തന്നെയാണ്. അത്തരത്തിൽ സംസ്ഥാന സർക്കാരിന് ഈ വിഷയത്തിൽ നിന്ന് കൈയൊഴിയാൻ സാധിക്കുകയില്ല. ഇപ്പോൾ താങ്കൾ സൂചിപ്പിച്ച ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്, ഈ ഡ്രെയിനേജ് പോലും നിർമ്മിച്ചിട്ടില്ല എന്നുള്ളത്. അതിന്റെ ദൂഷ്യവശം ഇപ്പോൾ ജനങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. മഴക്കാലം എത്തിക്കഴിഞ്ഞു, വീടുകളിലേക്ക് ചെളിയും വെള്ളമെല്ലാം നിറഞ്ഞ് കയറുന്ന ഒരു സാഹചര്യമാണ്. അത്തരത്തിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധമൊക്കെ സംസ്ഥാനത്ത് പല മേഖലകളിലും നടക്കുന്ന ഒരു സാഹചര്യത്തിൽ കൂടിയാണ്. അതോടൊപ്പം നമ്മൾ എടുത്തു പറയേണ്ടതല്ലേ ഈ മലകൾ തുരന്നുകൊണ്ടുള്ള പ്രവൃത്തികൾ. നമ്മൾ ശിരൂരിൽ കണ്ടതാണ് അവിടെ എന്താണ് സംഭവിച്ചത് എന്നുള്ളത്. അത്തരത്തിൽ വളരെ അശാസ്ത്രീയമായ നിർമ്മാണം കേരളത്തിലും നടന്നിട്ടില്ലേ? ഇതും വലിയ വിപത്ത് സമ്മാനിക്കില്ലേ? മലകൾ തുരന്നുകൊണ്ട് നിർമ്മിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. ലോകത്ത് എല്ലായിടത്തും ഇപ്പം പല കൺട്രികളിലും ഇതിനെക്കാട്ടി വൾണറബിൾ ആയിട്ടുള്ള ഭൂപ്രകൃതി ഉള്ളിടത്ത് നല്ല രീതിയിൽ എഞ്ചിനീയറിംഗ് കൺസ്ട്രക്ഷൻസും സ്ട്രക്ചേഴ്സും നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് അങ്ങനെ മലകൾ തുറക്കാൻ പാടില്ല എന്നുള്ള ഒരു ഫൈൻഡിങ് ഇപ്പൊ ഇല്ല. എഞ്ചിനീയറിംഗ് കറക്റ്റായിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ, സ്ട്രക്ചറൽ ഡിസൈനും സ്ട്രക്ചറൽ ആഡ്ജക്വസീസും കറക്റ്റായിട്ട് ചെക്ക് ചെയ്തിട്ടുണ്ട്, അതിനനുസരിച്ചാണ് എഞ്ചിനീയറിംഗ് ചെയ്യുന്നതെങ്കിൽ അങ്ങനെ സംഭവിക്കില്ല. അൺലെസ് അണ്ടിൽ വലിയൊരു ഡിസാസ്റ്റർ സംഭവിച്ചില്ലെങ്കിൽ. അപ്പൊ ഏത് സാഹചര്യത്തിലും ഏത് ഭൂപ്രകൃതിയിലും നല്ല എഞ്ചിനീയറിംഗ് ഉണ്ടെങ്കിൽ
റോഡ്സും സ്ട്രക്ചേഴ്സും ഒക്കെ ഒരു കുഴപ്പമില്ല നിലനിൽക്കും. നമ്മുടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഫോൾട്ടി എഞ്ചിനീയറിംഗ് ആണ്, ഫോൾട്ടി ഡിസൈൻ, ഫോൾട്ടി കൺസ്ട്രക്ഷൻ, പുവർ ക്വാളിറ്റി കൺട്രോൾ. നമ്മുടെ കൺസ്ട്രക്ഷൻ സെക്ടർ അതൊരു കറപ്ഷൻ കൊണ്ട് റിഡിൽഡ് ആണ്. അതുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്. അല്ലാതെ ഒരു മലകൾ തുറക്കാൻ പാടില്ലെന്നോ മലകളുടെ സൈഡിൽ കൂടെ റോഡ് ചെയ്യാൻ പാടില്ലെന്നോ അല്ലെങ്കിൽ പാടശേഖരിൽ കൂടെ റോഡ് ചെയ്യാൻ പാടില്ല എന്നുള്ളതല്ല. അതൊക്കെ ചെയ്യാൻ പറ്റും. അതിനുള്ള എഞ്ചിനീയറിംഗ് കറക്റ്റ് ആയിരിക്കണം. ആ എഞ്ചിനീയറിംഗ് ഡിസൈൻ സ്റ്റേജിൽ ചെയ്തതും ആ ഇൻവെസ്റ്റിഗേഷൻ ചെയ്തതും അതിന്റെ കൺസ്ട്രക്ഷനിലുള്ള ആ ഒരു ക്വാളിറ്റിയുടെ ഡെഫിഷ്യൻസിയാണ് നമ്മളിപ്പോൾ ഫേസ് ചെയ്യുന്ന പ്രശ്നം. അല്ല ഒരു കേരളത്തിന്റെ ഭൂപ്രകൃതിക്ക് റോഡ് പാടില്ലെന്നോ റെയില് പാടില്ലെന്നോ ഉള്ളതല്ല. ആ ഭൂപ്രകൃതിക്ക് അനുസരിച്ചുള്ള ഡിസൈൻ ചെയ്യുന്നില്ല, ആ ഭൂപ്രകൃതിക്ക് അനുസരിച്ച് കൺസ്ട്രക്ഷൻ ചെയ്യുന്നില്ല. അതാണ് ഇവിടുത്തെ പ്രശ്നം. തീർച്ചയായും ഇപ്പൊ പല വിദഗ്ധ സംഘങ്ങളും ഇവിടേക്ക് എത്തുന്നുണ്ട് ഈ പരിശോധനകൾക്കായിട്ട്. ഇതിന്റെയൊക്കെ ഒരു ബേസിക് പ്രോട്ടോകോൾ എങ്ങനെയാണ്? ആരാണ് ഇത്തരം പരിശോധനകൾ ശരിക്കും നടത്തേണ്ടത്? അത് എന്തോ ഒരു പരിശോധനകൾ ഇപ്പൊ പേപ്പറിൽ നല്ലൊരു പ്രോസസ് ഉണ്ട് ഡിസൈൻ കൺട്രോൾ ചെയ്യേണ്ട എങ്ങനെയാണെന്ന് പറഞ്ഞാൽ. ആ ഒരു NHI വർക്ക് അവാർഡ് ചെയ്ത് കഴിഞ്ഞാൽ അല്ലെ NHI ഡിസൈൻ അവാർഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പൊ NHIയുടെ ഡിസൈൻ തന്നെ എടുത്തു നോക്കുക. NHI ഒരു DPR കൺസൾട്ടന്റിനെ ഏൽപ്പിച്ചു, അയാൾ വന്ന് ഡിസൈൻ ചെയ്തു. അയാളുടെ ഡിസൈൻ പല ഘട്ടങ്ങളിൽ അത് റിവ്യൂ ചെയ്ത് പോകേണ്ടതാണ്. അപ്പൊ ഈ ഘട്ടങ്ങൾ ഒന്നും തന്നെ ഫുൾ പ്രൂഫ് അല്ല, നല്ലതല്ല എന്നുള്ളതാണ് ഇത് കാണിക്കുന്നത്. സംസ്ഥാന സർക്കാരിന്റെ ഏജൻസീസിൽ എന്തുമാത്രം ഡിസൈനിൽ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ സാധിച്ചു എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. അത് നിങ്ങൾ എല്ലാവരും ഒന്ന് ഡിസ്കസ് ചെയ്യേണ്ടതാണ്. ഇത്രയും കേരളത്തിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പ്രോജക്റ്റ് ആയിരുന്നു NH-66. ഇതിന്റെ ഡിസൈൻ വന്നപ്പോൾ സംസ്ഥാന സർക്കാരിന്റെ ഏജൻസികൾക്ക് കേരള PWD റോഡ്സ്, നാറ്റ്പാക്ക്, സേഫ്റ്റി അതോറിറ്റി ഇവരൊക്കെ ഇതിനകത്ത് ഇൻവോൾവ് ആയിരുന്നു ഈ ഡിസൈൻ റിവ്യൂ ചെയ്യാനും ഈ ഡിസൈൻ ഫൈനലൈസ് ചെയ്യാനും എന്നുള്ള ശരിക്കും ഒരു ചോദ്യം ചെയ്യപ്പെടേണ്ട കാര്യമാണ്. ഈ ഡിസൈൻ വന്നു കഴിഞ്ഞാൽ കൺസ്ട്രക്ഷനിലേക്ക് പോയി കഴിഞ്ഞാൽ കൺസ്ട്രക്ഷനിൽ തന്നെ ഒരു പ്രോസസ് ഉണ്ട്. ഇതെല്ലാം പേപ്പറിൽ വളരെ നല്ല പ്രോസസ്സാണ് കൺസ്ട്രക്ഷൻ ക്വാളിറ്റി എൻഷുർ ചെയ്യേണ്ടത്. പക്ഷെ ആ പേപ്പറൽ പ്രോസസ്സ് പ്രാക്ടിക്കൽ ഇംപ്ലിമെന്റേഷനിൽ ഒട്ടും തന്നെ ഫോളോ ചെയ്യുന്നില്ല. ഇപ്പൊ നമുക്ക് ഒരു സിമ്പിൾ എക്സാമ്പിൾ എടുത്താൽ കേരളത്തിൽ എവിടെ പോയാലും അല്ലെ ഇന്ത്യയിൽ പോയാലും ഉണ്ട്, പക്ഷെ കേരളത്തിൽ നോക്കിയാൽ തന്നെ എല്ലാ ബ്രിഡ്ജസിന്റെയും അപ്രോച്ച് ഇരുന്നു പോയി. നമുക്ക് എറണാകുളത്തേക്കുള്ള പല ബ്രിഡ്ജിലും ഇങ്ങോട്ടൊക്കെ പോകുമ്പോൾ കാണാം. കാര്യം ആ കൺസ്ട്രക്ഷൻ ക്വാളിറ്റി ഉണ്ട്, വേറെ ഒന്നും കൊണ്ടല്ല. അവിടെ ഫില്ല് ചെയ്ത് വരുന്ന കോമ്പാക്ട് ചെയ്യാത്തതുകൊണ്ടും ആ ഫില്ല് ചെയ്ത് വരുന്ന ആ ഒരു പ്രോസസ്സിന്റെ ഡെഫിഷ്യൻസി കൊണ്ടാണ് ബ്രിഡ്ജസ് അപ്രോച്ചിൽ ഇതിരിക്കുന്നത്. ബ്രിഡ്ജ് അപ്രോച്ചുകളിലാണ് ഇത് മെയിൻ ആയിട്ട് സംഭവിക്കുന്നത്. അപ്പം അതൊരു കൺസ്ട്രക്ഷൻ പ്രോസസ് ഉണ്ട്, പേപ്പറിലുണ്ട്. ഓരോ സ്റ്റേജിലും ആര് ചെക്ക് ചെയ്യണം. ഇപ്പൊ ഇൻഡിപെൻഡന്റ് എഞ്ചിനീയർ NHI വെച്ചിട്ടുണ്ട് ഇവിടെ, അവരെന്തുമാത്രമാണ് ചെക്ക് ചെയ്യേണ്ടത്, കോൺട്രാക്ടറുടെ ചെക്ക് എന്താണെന്നുള്ള പേപ്പറിലുണ്ട്. പക്ഷെ ഇൻ പ്രാക്ടീസ് ഇത് എന്തുമാത്രം ഫോളോ ചെയ്യുന്നുണ്ടെന്നുള്ളത് അത് ക്വസ്റ്റ്യനബിൾ ആവും. തീർച്ചയായും. ശ്രീ ലല്ലു, നേരത്തെ നമുക്കറിയാം ഇപ്പോൾ ഈ ഒരു പ്രശ്നങ്ങൾ, പാളിച്ചകൾ, വീഴ്ചകൾ സംഭവിച്ചപ്പോഴൊക്കെ കേന്ദ്ര നേതൃത്വം ഈ വീഴ്ചയുടെ ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ട് തുടർ നടപടിയിലേക്ക് കടക്കുന്നുണ്ട്. പക്ഷേ കൈകഴുകി മാറിയിരിക്കുകയാണ് നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ സംസ്ഥാന സർക്കാർ. അതിനിടയിലാണ് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയുടെയും മുഖ്യമന്ത്രിയുടെയും ഭാഗത്തു നിന്ന് പലതരത്തിലുള്ള പ്രതികരണങ്ങൾ ഈ വിഷയത്തിൽ വന്നിട്ടുള്ളത്. അത്തരത്തിലുള്ള പ്രതികരണങ്ങൾ ശരിക്കും ഈ ഘട്ടത്തിൽ സർക്കാരിന് തന്നെ തിരിച്ചടിയാകില്ലേ? അതാണ് പറയുന്നത്. നമുക്കറിയാം, ഒന്നാമത് കേരളത്തിന്റെ മറ്റ് റോഡുകൾ ഇപ്പൊ ഈ ഇടയ്ക്കാണ് നമ്മുടെ തിരുവനന്തപുരം നഗരത്തെ സ്മാർട്ട് സിറ്റി പദ്ധതിയുടെ ഭാഗമായിട്ട് റോഡുകളുടെ പണി പൂർത്തിയായത്. PWD ഏറ്റെടുത്ത് നടത്തിയ റോഡ് നിർമ്മാണമാണ്. വളരെ മനോഹരമായ റോഡുകളാണ്. അതിന്റെ ഡ്രെയിനേജ് സംവിധാനമായാലും സൈക്കിൾ ട്രാക്കുകളൊക്കെ അടങ്ങുന്ന വളരെ മനോഹരമായ റോഡുകളാണ്. അതായത് അത്രയും നല്ല റോഡുകളുള്ള ഈ സംസ്ഥാനത്ത് കൂടി സംസ്ഥാന സർക്കാർ അഭിമാന പദ്ധതിയായി നാഷണൽ ഹൈവേ 66 കൊണ്ടുവരുന്നു, അല്ലെങ്കിൽ വരുന്നു. ഞങ്ങളുടെ അഭിമാന പദ്ധതിയാണ് എന്ന് പറയുമ്പോൾ നേരത്തെ അദ്ദേഹം പറഞ്ഞതുപോലെ ഒരു കന്നടക്കാരെ തീരെ പരിഗണിക്കാതെ വഴിയാത്രക്കാർ എന്ത് ചെയ്യണമെന്ന് അറിയാതെ പോകുന്ന ഒരു ഡിസൈൻ, ഇതിന് ഒരു ഘട്ടത്തിൽ പോലും ഇടപെടാൻ സംസ്ഥാന സർക്കാരിന് കഴിഞ്ഞിട്ടില്ല എന്നത് വളരെ ഗുരുതരമായ ഒരു കാര്യമാണ്. ഇതിൽ ഇന്ന പ്രശ്നങ്ങളുണ്ട്. നല്ല വിദഗ്ധന്മാരായ ഡിസൈനർമാരും എഞ്ചിനീയർമാരും എല്ലാം ഉള്ള ഒരു സംവിധാനമാണ് നമ്മുടെ PWD എന്ന് ആലോചിക്കുന്നത്. ഒരു ഘട്ടത്തിൽ പോലും ഇത്തരത്തിൽ ഇതിന്റെ ഡിസൈനിങ്ങിൽ പാളിച്ചയുണ്ട്, അല്ലെങ്കിൽ ഇതിന്റെ നിർമ്മാണത്തിൽ പ്രശ്നങ്ങളുണ്ട് എന്ന് ചൂണ്ടിക്കാണിക്കാൻ നമ്മുടെ സംവിധാനങ്ങൾക്ക് കഴിഞ്ഞു എന്നുള്ള ചോദ്യം വളരെ പ്രസക്തമാണ്. ഒരിക്കലെങ്കിലും ഇത് ചൂണ്ടിക്കാണിച്ചിട്ട് നാഷണൽ ഹൈവേ അതോറിറ്റി നടപടി എടുക്കാത്തതാണോ എന്നുള്ള ചോദ്യം, ഇതിനെല്ലാം ഉത്തരം കിട്ടാതുള്ളൂ. നമുക്കറിയാം, ഇങ്ങനൊരു സംഭവം നടന്ന 2 ദിവസത്തിന് ശേഷം മാത്രമാണ് മുഖ്യമന്ത്രിയുടെ ഒരു പ്രതികരണം ഇന്നലെ വൈകുന്നേരം വന്നു. മുഖ്യമന്ത്രിയുടെ പ്രതികരണം വന്നതിന് ശേഷം രാത്രി പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയുടെ ഒരു വിശദീകരണം ഫേസ്ബുക്കിൽ വരികയാണ്.
ഇതുകൊണ്ട് ഇത് സംസ്ഥാന സർക്കാരിന്റെ ഉത്തരവാദിത്തങ്ങൾ അവസാനിച്ചു എന്നുള്ള ചോദ്യമാണ് ബാക്കി. ഒരിക്കലും അവസാനിച്ചിട്ടില്ല എന്നാണ്. കാരണം അതിനും വേണ്ടി വലിയ അവകാശവാദങ്ങളും പ്രഖ്യാപനങ്ങളും സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായി എന്നുള്ളത് വളരെ വ്യക്തമായി നമുക്കറിയാവുന്ന കാര്യമാണ്. നമുക്കറിയാം ഓരോ ഘട്ടത്തിലും ഈ ദേശീയപാതയ്ക്ക് സ്ഥലം ഏറ്റെടുത്ത് കൊടുത്ത ഘട്ടം മുതൽ ഇതാ ദേശീയപാത വരുന്നു, ഞങ്ങളുടെ അഭിമാന പദ്ധതി, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിലും അടക്കം വളരെ ആവേശപൂർവ്വം ദേശീയപാത കേരളത്തിൽ വരാൻ പോകുന്ന ഈ വലിയ മാറ്റത്തെ സ്വീകരിക്കാൻ തയ്യാറായി ആവേശപൂർവ്വം അഭിമാന പദ്ധതിയെ ഉയർത്തി കാണിക്കാൻ നിന്നപ്പോഴാണ് അപ്രതീക്ഷിതമായി ദൗർഭാഗ്യകരമായ ഇത്തരമൊരു സംഭവം ഉണ്ടായിരുന്നത്. നോക്കൂ, ഇത് ഈ ഉദ്ഘാടനത്തിന് മുമ്പ് അല്ലെങ്കിൽ നിർമ്മാണം പൂർത്തിയാകുന്നതിന് മുമ്പ് ഈ ഒരു മഴക്കാലത്ത് ഇങ്ങനെ ഉണ്ടായി. ഇത് ഉദ്ഘാടനമൊക്കെ കഴിഞ്ഞതിന് ശേഷം അല്ലെങ്കിൽ റോഡ് ജനങ്ങൾക്ക് തുറന്നു കൊടുത്തതിന് ശേഷമാണ് ഇത്തരം ഒരു സംഭവം ഉണ്ടായിരുന്നെങ്കിൽ ഒന്ന് വെറുതെ ഒന്ന് ആലോചിച്ച് നോക്കുക. ഏതായാലും അതുണ്ടാകാത്തത് അതിനു മുമ്പ് ഇത്തരമൊരു ഒരു പാളിച്ച ശ്രദ്ധയിൽപ്പെട്ട ഭാഗ്യമായി. നമുക്ക് അടിയന്തരമായി ഈ പ്രശ്നത്തിൽ നേരത്തെ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളോട് ഉൾപ്പെടുത്തി, അതായത് ഇത്തരത്തിലുള്ള ചില വിഷയങ്ങളോട് ഉൾപ്പെടുന്നു. നമ്മൾ ആലോചിച്ച് നോക്കണം, ഒരു ദേശീയപാതയിൽ ഈ മഴവെള്ളം അല്ലെങ്കിൽ ഡ്രെയിനേജ് വാട്ടർ ഒരു ചെറിയ ഹോൾ വഴി സർവീസ് റോഡിലേക്ക് തള്ളുകയാണ്. ഇപ്പോൾ തന്നെ ശ്രീ ടോണി മാത്യു കൃത്യമായി പറഞ്ഞു സംസ്ഥാന സർക്കാരിന് ഏതൊക്കെ തലത്തിലാണ് ഈ വീഴ്ച സംഭവിച്ചിട്ടുള്ളത് എന്നുള്ളത് അദ്ദേഹം അക്കമിട്ട് നിരത്തുകയാണ് ചെയ്തത്. ഇപ്പോൾ ഇനിയെങ്കിലും സംയുക്തമായ ഒരു നീക്കം സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് കേന്ദ്ര സർക്കാരുമായി സഹകരിച്ച് ഉണ്ടാകേണ്ടത്, അത് എത്രയും പെട്ടെന്ന് ഉണ്ടാകേണ്ടത് അനിവാര്യമാണ്. ഈ പ്രശ്നങ്ങളിൽ ഈ പരിശോധന നടത്താനും അതോടൊപ്പം ഒരു പരിഹാരം കാണാനും, അല്ലേ? തീർച്ചയായും. യെസ്, ഞാൻ ശ്രീ ടോണി മാത്യുവിലേക്ക് കൂടി കടക്കുകയാണ്. ശ്രീ ടോണി മാത്യു, ഇപ്പോൾ താങ്കൾക്ക് വിവിധ മേഖലകളിൽ ഭൂപ്രകൃതികളിലൊക്കെ ഈ റോഡ് നിർമ്മാണത്തിൽ അതിന്റെ മേൽനോട്ടം വഹിച്ച് നേതൃത്വം വഹിച്ചുള്ള പരിചയ സമ്പത്തുള്ള വ്യക്തിയാണ്. കേരളത്തിന് ഏത് തരത്തിലുള്ള റോഡുകളാണ് ഏറ്റവും അനുയോജ്യം? അല്ല, അങ്ങനെ ഒരു പർട്ടിക്കുലർ തരത്തിലുള്ള റോഡുകൾ അനുയോജ്യം എന്നുള്ളതല്ല. പല ഇപ്പം ഐഡിയലി ഇപ്പൊ കേരളം കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ നമ്മൾ ചെയ്തത്, നമുക്കൊരു കമ്പയർ ടു രാജസ്ഥാൻ, ഗുജറാത്ത് ഇങ്ങനെയുള്ള സംസ്ഥാനങ്ങൾ, തമിഴ്നാട് ആണെങ്കിലും നമുക്കൊരു പ്രത്യേകതയുണ്ട്. നമ്മൾ എലോങ് ദ റോഡാണ് നമ്മുടെ ഡെവലപ്മെന്റ് മുഴുവൻ. നമ്മൾ റിബൺ ഡെവലപ്മെന്റ് ആണ്. നമുക്കിവിടെ ഒരു 100 മീറ്ററിനകത്ത് ആളെ കിട്ടാതെ അങ്ങനത്തെ ഒരു 100 മീറ്റർ സെക്ഷൻ പോലും നമുക്കില്ല. ആൾക്കാർ താമസിക്കുന്നുണ്ട്, ഒരു കടയുണ്ടാവും, വീടുകളുണ്ടാവും എല്ലായിടത്തും. അപ്പൊ അങ്ങനെ ഉള്ളിടത്ത് അപ്ഗ്രേഡ് ഓൺ ദ ഗ്രൗണ്ട് ലെയിൻ ചെയ്തത് എന്ന് പറയുന്നത് ശരിക്കും ആൾക്കാർ പറയുന്ന ഒരു ഡിവൈഡിങ് ആയിപ്പോയി ഇവിടെ. അത് ഇനി എങ്ങനെ ആൾക്കാർ ഒരു സൈഡിൽ നിന്ന് മറ്റേ സൈഡിലേക്ക് പോകുന്നൊക്കെ ഉള്ള ഒരു പ്രശ്നമുണ്ട്. അത് ശരിക്കും അതിനെ നമ്മൾ ആലോചിക്കണം. ഇനി ബസ് ഇപ്പം ട്രാൻസ്പോർട്ട് മിനിസ്റ്റർ പറയുന്നുണ്ട് KSRTC എവിടെ കൈ കാണിച്ചാലും നിർത്തുന്ന രീതിയിലാണ് ഞങ്ങൾ പ്ലാൻ ചെയ്യുന്നത്. പക്ഷേ അത് സാധിക്കുമോ ഇനിയും? അത് എനിക്ക് തോന്നുന്നില്ല. കാര്യം ഈ മെയിൻ കാരേജ് ഒരു പെഡസ്ട്രിയൻസിന് ഇറങ്ങാനേ സാധിക്കില്ല. അപ്പൊ ഇവിടെ ചെയ്യേണ്ടിയിരുന്നത് ഐഡിയലി നമുക്ക് ഒരു എലിവേറ്റഡ് എക്സ്പ്രസ് വേ അരൂര് തൊട്ട് ചേർത്തല, ഇപ്പം എടപ്പള്ളി വരെ, തുറവൂർ മുതൽ അരൂര് വരെ ചെയ്ത പോലെ ഒരു എലിവേറ്റഡ് ഹൈവേ ആയിരുന്നു ഇവിടെ ഐഡിയലി വേണ്ടിയിരുന്നത്. നമ്മളപ്പോ ആൾക്കാർ പറയും അത് കോസ്റ്റ് ആണ്. ഒരു എലിവേറ്റഡ് ഹൈവേക്ക് 1 കിലോമീറ്ററിന് 120 കോടി രൂപയാണ് നമ്മൾ ഇപ്പൊ കോസ്റ്റ് ഉണ്ടാവുന്നത്. ഇപ്പൊ കേരളം മൊത്തം ചെയ്തു വരാൻ 300 ട്രിവാൻഡ്രം കാസർഗോഡ് ചെയ്യുമ്പോൾ മേ ബി അറൌണ്ട് 36,000 ക്രോസ് ഒക്കെ ആവും എൻ്റെ എസ്റ്റിമേറ്റ്. പക്ഷെ നമ്മൾ 1,50,000 കോടി രൂപയുടെ പദ്ധതികളാണ് ഇവിടെ പ്ലാൻ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പൊ നമുക്ക് അതൊരു വേസ്റ്റഡ് ഓപ്പർച്യൂണിറ്റി ആയി പോകുന്നതാണ് എനിക്ക് തോന്നുന്നത്. ഈ ഒരു ഹൈവേ ഇങ്ങനെ ചെയ്തത് നമുക്കൊരു വേസ്റ്റഡ് ഓപ്പർച്യൂണിറ്റി ആയി പോയി എന്ന് ഉള്ളൊരു സംശയമാണ്. പക്ഷെ അതൊന്നും ക്ലിയർ ആയിട്ട് ഓക്കെ അതായി പോയി എന്ന് പറയാൻ പറ്റില്ല. എന്നാലും നമുക്കൊരു എലിവേറ്റഡ് എക്സ്പ്രസ് വേ ആയിരുന്നു കേരളത്തിൽ ഒരു സൈഡ് മുതൽ കാസർഗോഡ് മുതൽ ട്രിവാൻഡ്രം വരെ വേണ്ടിയിരുന്നത്, നമ്മുടെ ഭൂപ്രകൃതിക്കും നമ്മുടെ ലാൻഡ് യൂസിനും. ഇപ്പം വേറെ സംസ്ഥാനങ്ങളിൽ പോയാൽ അവർക്ക് ആ പ്രശ്നമില്ല. അവർക്ക് ഒരു സിറ്റി വിട്ടുകഴിഞ്ഞാൽ പിന്നെ ഹൈവേകളിൽ ആള് താമസമില്ല. അത് അവർക്ക് അപ്ഗ്രേഡ് തന്നെ എക്സ്പ്രസ് വേ ചെയ്തു പോകാം. പക്ഷെ നമുക്ക് അങ്ങനെയല്ല. നമുക്ക് മുഴുവൻ റോഡിന്റെ ഇരുവശങ്ങളിൽ ആള് താമസിക്കുകയാണ്. അവിടെ നമ്മൾ ഇങ്ങനെ ഒരു കാര്യം ചെയ്തത് കുറച്ച് അബദ്ധമായി പോയി എന്ന് തന്നെ പറയേണ്ടി വരും. അതെ, തീർച്ചയായും. അപ്പോൾ ഇനി എന്തായാലും നമുക്ക് ആ അബദ്ധം എങ്ങനെ തിരുത്താം എന്നുള്ളതാണല്ലോ നോക്കിക്കാണേണ്ടത്. ഇനിയിപ്പോൾ ഈ നാഷണൽ ഹൈവേയിൽ ഉടനീളം ഒരു ഓഡിറ്റ് നടത്തുക, എവിടെയൊക്കെ പാളിച്ചകൾ ഉണ്ട് എന്നുള്ളത് പരിശോധിക്കണം. പക്ഷേ ഈ പാളിച്ചകൾ കണ്ടെത്തിക്കഴിഞ്ഞാൽ അത് എങ്ങനെ പ്രായോഗികമായി പരിഹരിക്കാം എന്നുകൂടി ആലോചിക്കേണ്ടേ? ഇതൊക്കെ പൊളിച്ചു മാറ്റി പുതിയ രീതിയിൽ പണിയുക എന്നുള്ളത് പ്രായോഗികമല്ലല്ലോ. ഇല്ലില്ല, പ്രായോഗികമല്ല. അപ്പൊ ഇത് നമുക്കുള്ളത് അഡ്ജസ്റ്റ് ചെയ്യുക എന്നുള്ളതേ ഉള്ളൂ. ഉള്ളതിനകത്ത് മാനേജ് ചെയ്യുക എന്നുള്ളത്.
അതൊരു വളരെ ടഫാണ്. പക്ഷെ എന്നാലും ഇപ്പൊ എക്സ്പ്രസ് വേ ആണല്ലോ നമ്മളിവിടെ ചെയ്തിരിക്കുന്നത്. രണ്ട് ലൈനും ആക്സസ് കൺട്രോൾഡ് എക്സ്പ്രസ് വേ ആണ് ചെയ്തിരിക്കുന്നത്. ഇതിനിയും നമുക്ക് ഭാവിയിൽ ചെയ്യാം. എനിക്ക് തോന്നുന്നത് ഈ ഓപ്പറേഷൻ ആയി കഴിയുമ്പോഴത്തേക്ക് സർവീസ് റോഡിൽ ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ കാരണം ഇനി ഇതൊരു ഫർദർ എക്സ്പാൻഷൻ സർവീസ് റോഡിന്റെ സൈഡിൽ വേണ്ടി വരും. നല്ല രീതിയിലുള്ള എൻട്രി എക്സിറ്റ് ഒക്കെ കൊടുക്കാനായിട്ട്. ഇപ്പോഴത്തെ എൻട്രി എക്സിറ്റ് ഇപ്പം എൻട്രി എക്സിറ്റ് നോക്കിയാൽ മതി. നാഷണൽ ഹൈവേയിലേക്ക് എൻട്രി ചെയ്യുന്നതും നാഷണൽ ഹൈവേയിൽ നിന്ന് എക്സിറ്റ് ചെയ്യുന്നതും മെയിൻ റോഡിന് എക്സിറ്റ് സർവീസ് ഓക്കെ. റോഡിലേക്ക് വളരെ അപകടകരമായ പോയിന്റ്സ് ആണ്. ഇത് ഒരുപാട് അപകടങ്ങൾ ഉണ്ടാക്കും. കാര്യം നമ്മുടെ പ്രൊമോഷൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് അതിവേഗതയിൽ പോകാമെന്നുള്ളതാണ് പ്രൊമോഷൻ. അതെ അതെ അതാണ് ആൾക്കാർ അട്രാക്ട് ചെയ്യുന്നത്. നിങ്ങൾ അതിവേഗത ഉപയോഗിക്കുക എന്നുള്ളത്, അതിവേഗതയിൽ പോവുക, വിച്ച് ഇസ് ഓൾസോ എ ഫോൾസ് ക്യാമ്പയിൻ. അങ്ങനെ അത് ചെയ്യാൻ പാടില്ല. കേരളത്തിന്റെ ഇതിനകത്ത് നമുക്കൊരു സ്പീഡ് ലിമിറ്റ്, സേഫർ സ്പീഡ് ലിമിറ്റ് വെച്ച് അതിനകത്ത് ഡ്രൈവ് ചെയ്യാനാണ് ക്യാമ്പയിൻ ചെയ്യേണ്ടത്. പക്ഷെ തീർച്ചയായും രാഷ്ട്രീയക്കാർ ഉൾപ്പെടെ ക്യാമ്പയിൻ ചെയ്യുന്നത് നിങ്ങൾ അതിവേഗതയിൽ പോകൂ എന്നുള്ളതാണ്. അപ്പൊ അതിവേഗതയിൽ പോകുമ്പോൾ ഒബിയസ്ലി അപ്പൊ അതിവേഗതയ്ക്ക് അനുസരിച്ചുള്ള ഡിസൈൻ ഉണ്ടായിരിക്കണം. ഈ ഡിസൈൻ അതിവേഗതയിൽ സുരക്ഷിതമായി പോകാനുള്ള ഒരു ഡിസൈൻ അല്ല. അത് ഡിസൈൻ ചെയ്യണമായിരുന്നെങ്കിൽ അതിന്റെ എൻട്രി എക്സിറ്റ് പ്രോപ്പറായിട്ട് ഡിസൈൻ ചെയ്യണമായിരുന്നു. കാൽനട യാത്രക്കാർക്ക് സൗകര്യം ഉണ്ടാക്കണമായിരുന്നു. പബ്ലിക് തീർച്ചയായും ട്രാൻസ്പോർട്ട് ഉണ്ടാക്കണം. അതൊക്കെ ചെയ്യണമായിരുന്നു. അതൊന്നും ചെയ്യാതെ തീർച്ചയായും നമ്മൾ വളരെ അതിവേഗതയിൽ സുപ്രധാനപ്പെട്ട പോകും പോയിന്റുകളാണ് താങ്കൾ മുന്നോട്ട് വെച്ചത്. സമയപരിമിതി ഉള്ളതുകൊണ്ടാണ് ഞാൻ ഇടപെട്ടത്. വളരെ നന്ദി ശ്രീ ടോണി മാത്യു ഞങ്ങളോടൊപ്പം ഈ ഘട്ടത്തിൽ ചേർന്നതിന്. ഒപ്പം ശ്രീ ലല്ലു, നന്ദി ഒപ്പം ചേർന്നതിന്. ലോകത്തെ തന്നെ റോഡ് നിർമ്മാണ സാങ്കേതിക വിദ്യകളെക്കുറിച്ചൊക്കെ ആഴത്തിൽ പഠിച്ചിട്ടുള്ള ശ്രീ ടോണി മാത്യു ആണ് നമുക്കൊപ്പം അതിഥിയായി ചേർന്നത്. ഒപ്പം എസ് ലല്ലു. മടങ്ങിയെത്താം.